ആലുവ പെരുമ്പാവൂർ ദേശസാൽകൃത റോഡിൽ യാത്രക്കാർക്ക് ദുരിതയാത്ര തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതിക്കായി നടക്കുന്ന പ്രവൃത്തികളാണ് ജനങ്ങൾക്ക് കൂടുതൽ ദുരിതമുണ്ടാക്കുന്നത്. ജലജീവൻ മിഷൻ പദ്ധതിക്കായി ചാലക്കൽ പകലോമറ്റം മുതൽ തോട്ടുമുഖം വരെയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി റോഡിൻ്റെ ഇരുവശവും കുഴിച്ചുള്ള പൈപ്പിടൽ ജോലികൾ പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ അനുബന്ധ ജോലികൾ ഒച്ചിഴയും വേഗത്തിലാണ് നടക്കുന്നത്. പൈപ്പിടുന്നതിന് വേണ്ടി താഴ്ത്തിയ ചാലക്കൽ പകലോമറ്റം മുതലുള്ള ഭാഗത്തെ റോഡിൻ്റെ ഇരുവശവും വലിയ മെറ്റൽ പാകിയിട്ടുണ്ട്. ഇത് ഉറപ്പിക്കുന്നതിന് റോളർ ഉപയോഗിച്ചെങ്കിലും ചാലക്കൽ മുതൽ തോട്ടുമുഖം വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൻ്റെ ഇരുവശവും മെറ്റലുകൾ നിരന്ന് യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ കിടക്കുകയാണ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാവുന്നില്ല. ഈ അനാസ്ഥയ്ക്കെതിരെയാണ് SDPI കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടുമശ്ശേരി ജംഗ്ഷനിൽ ധർണ നടത്തിയത്. SDPI എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം സനൂപ് പട്ടിമറ്റം ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പരിപാടിയിൽ SDPI കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു. കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ബഷീർ കുന്നുമറം, വെൽഫെയർ പാർട്ടി കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷഹബാസ് ഷാഫി, SDPI ആലുവ മണ്ഡലം പ്രസിഡന്റ് KM അബു, SDPI കീഴ്മാട് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫെമീർ ഉമ്മർ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ മജീദ് ചാലക്കൽ, റഫീഖ് മുള്ളംകുഴി, ഹമീദ് മലയങ്കാട്, നിജാസ് മുള്ളംകുഴി, ജലീൽ തച്ചുന്നത്ത്, ഇബ്രാഹിം ചാലക്കൽ, മൻസൂർ ഇടയപ്പുറം, ഷിഹാബ് നാലാമയിൽ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.